മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. സംവിധായകൻ രഞ്ജിത്ത് തൊടുപുഴയിൽ അറസ്റ്റിലായിരിക്കുന്നു. ലൈംഗിക പീഡന പരാതിയിലാണ് അറസ്റ്റ്. യുവനടിയുടെ പരാതിയെ തുടർന്നാണ് പോലീസിൻ്റെ നടപടി. അതായത് കൊച്ചി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൊടുപുഴയിൽ വെച്ച് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉടൻ തന്നെ കൊച്ചി പോലീസിന് കൈമാറും. തൊടുപുഴയിൽ നിന്നും ഉടൻ തന്നെ രഞ്ജിത്തുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടും. അല്പസമയം മുൻപ്, അതായത് ഇന്ന് പകൽ, ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. മുൻപ് ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനാണ്, പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് രഞ്ജിത്ത്. പക്ഷെ അന്നൊന്നും രഞ്ജിത്തിന് ഇത്രയും ഒരു ശക്തമായ നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ഉടൻ തന്നെ പോലീസ് നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുന്നു. രഞ്ജിത്ത് ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യുവനടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഇതിനു മുൻപ് നമുക്കറിയാം ലൈംഗിക പീഡന പരാതികൾ ഉയർന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് രഞ്ജിത്ത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്ന പരാതികൾ ഏറ്റവും ഗുരുതര സ്വഭാവമുള്ളത് സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതിയായിരുന്നു. ഇപ്പോൾ പക്ഷേ അന്നൊന്നും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. എന്താണ് ഈ യുവതിയുടെ പരാതിയിൽ പറയുന്നത്? പോലീസിന്റെ നടപടി എങ്ങനെയാണ്? ടോം, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ കോളിളക്കം ഇതുവരേക്കും അവസാനിച്ചിട്ടില്ല. അതിനിടയിലാണ് അതിൽ 2 പരാതികളായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുറത്തു വന്നത്. അതിലൊന്ന് ഒരു ബംഗാളി നൽകിയ പരാതി, മറ്റൊന്ന് ഒരു യുവാവ് നൽകിയ പരാതി. പക്ഷെ ഇതിൽ രണ്ടിലും രഞ്ജിത്തിനെതിരെ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാത്ത ഒരു രീതിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ വിപരീതമാവുകയാണ്. ഈ യുവനടിയുടെ പരാതിക്ക് കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് അതീവ നാടകീയമായി രഞ്ജിത്തിനെ തൊടുപുഴയിൽ നിന്നും, അതായത് കൊച്ചിയിൽ നിന്നും തൊടുപുഴയിലേക്ക് കാറിൽ പോവുകയായിരുന്ന രഞ്ജിത്തിനെ കാർ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ പരാതി പറയുന്നത്, അതായത് രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സിനിമയിൽ സജീവമാകുന്നത്. ഇതിനിടയിൽ മഞ്ജു വാര്യരെയും ശ്യാമപ്രസാദിനെയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കിയ ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ മമ്മൂട്ടി അടക്കം ഗസ്റ്റ് റോളിലെത്തുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം എറണാകുളത്ത് പുരോഗമിക്കുകയായിരുന്നു. അതിന്റെ പൂജാ ചടങ്ങൊക്കെ വലിയ വിപുലമായി തന്നെയായിരുന്നു ആഘോഷിച്ചത്. അതിൽ ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു യുവനടിയാണ്. ആ യുവനടിയോട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ വളരെ മോശമായി രഞ്ജിത്ത് പെരുമാറി, ലൈംഗിക ചുവയോടുകൂടി തന്നെ പെരുമാറി എന്നൊരു പരാതി വരുന്നു. ആ സിനിമയുടെ തന്നെ ഈ ICC ഈ പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു. പക്ഷെ അതിൽ കാര്യമായ നടപടിയൊന്നും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ്, അതായത് ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത് നടിക്ക് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പോലീസിന് പരാതി നൽകാൻ തീരുമാനിച്ചത്. ആദ്യം സൗത്ത് സ്റ്റേഷനിലായിരുന്നു യുവതി പരാതി നൽകിയത്. പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ പരാതിയിൽ വലിയ കഴമ്പുണ്ടെന്ന് മനസ്സിലാകുകയും ഇത് അതീവ ഗൗരവമുള്ളൊരു പരാതിയാണെന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോലീസ് പരാതി കൈമാറുകയും ചെയ്തത്. എന്തായാലും SITയുടെ പരിധിയിലും ഈ അന്വേഷണം വന്നപ്പോൾ അശ്വതി കൂടിയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 2 ദിവസം മുൻപാണ് രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തി. അതിനിടെ അത് കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ അല്പസമയത്തിന് മുൻപ് തൊടുപുഴയിൽ വെച്ച് പോലീസ് ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ രഞ്ജിത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഉടനെ തന്നെ സെൻട്രൽ പോലീസിന് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും ഈ യുവതി നൽകിയ, അതായത് സിനിമാ സെറ്റിൽ തന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന് നവമിയിലേക്ക് എത്താം. എന്തായാലും നമുക്കറിയാം, നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങൾ, പരാതികൾ, കേസുകൾ, അവിടെയൊക്കെ ഈ പ്രധാനപ്പെട്ട താരങ്ങളെ, സംവിധായകരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനം SIT സ്വീകരിച്ചു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. മാത്രമല്ല ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിനുള്ള സാഹചര്യം പോലും ഒരുക്കിയിരുന്നു. ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. പിന്നീട് അതിനുശേഷമാണ്, അതായത് അവർക്ക് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയ ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്തായാലും PS സാഗർ കൂടി ചേരുന്നു തൊടുപുഴയിൽ നിന്ന്. സാഗർ, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള
നീക്കമാണോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? മുൻപൊക്കെ ഇതുപോലുള്ള ഉന്നതർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ വരുമ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പോലീസ്, പക്ഷേ ഇപ്പോൾ അതിവേഗത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. രഞ്ജിത്തിനെ, സംവിധായകനായിട്ടുള്ള രഞ്ജിത്തിനെ, അതായത് വലിയ സ്വാധീനമുള്ള, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? ടോമ, ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുണ്ട്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. നമുക്ക് നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എറണാകുളം പോലീസ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എറണാകുളം പോലീസ് സ്റ്റേഷനിലാണ് ഈ യുവനടി പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഇതിന്റെ നടിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് രഞ്ജിത്ത് ഇടുക്കിയിലേക്ക് പോകുന്ന വഴി തൊടുപുഴയ്ക്കടുത്ത് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോലീസ് കാർ തടഞ്ഞു നിർത്തി ഈ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രഞ്ജിത്തിന്റെ പുതിയ സിനിമയായ ലോ ആൻഡ് ഓർഡർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവനടിയെ ലൈംഗിക ചുവയോടുകൂടി അപമര്യാദയായിട്ട് രഞ്ജിത്ത് പെരുമാറി എന്ന യുവനടി പരാതി നൽകിയത്. DGPക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുമാണ് നടി പരാതി നൽകിയത്. ഈ പരാതിയാണ് എറണാകുളം പോലീസിന് കൈമാറിയത്. തുടർന്നായിരുന്നു ഇന്ന് ഇടുക്കിയിലേക്ക് പോവുകയായിരുന്ന രഞ്ജിത്തിനെ ഇടുക്കി SP നിർദ്ദേശപ്രകാരം മുട്ടത്ത് വെച്ച് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് തൊടുപുഴ സ്റ്റേഷനിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. എറണാകുളം പോലീസ് തൊടുപുഴ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എറണാകുളം പോലീസിന് രഞ്ജിത്തിനെ കൈമാറും. തുടർന്ന് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുവാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരവും നമുക്ക് ലഭിക്കുന്ന വിവരവും. എന്തായാലും ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണ് രഞ്ജിത്ത് ഉള്ളത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി ഈ യുവനടി DGPക്ക് ഉൾപ്പെടെ നൽകിയത്. പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് രഞ്ജിത്തിനെ ഇന്നിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തൊടുപുഴ സ്റ്റേഷനിലാണ് രഞ്ജിത്ത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ടോം. യെസ്, നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി, എന്തായാലും കൊച്ചിയിൽ നിന്ന് രാത്രി തന്നെ, ഈ തൊടുപുഴയിൽ നിന്ന് രാത്രി തന്നെ കൊച്ചിയിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരും. സ്വാഭാവികമായി ഇനി നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഇത് എവിടെ വെച്ചാണ് ലൈംഗിക പീഡനം ഉണ്ടായെന്നറിയണം. ഒരു തവണ മാത്രമാണോ ഈ യുവതിയെ ഏത് രീതിയിലാണ് പീഡിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. യുവതിയുടെ മൊഴിയിൽ, അതായത് രഹസ്യമൊഴിയിലെ പോലീസ് നൽകിയ മൊഴിയിൽ, പരാതിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, പോലീസിൽ നിന്ന്, നമുക്ക് തൊടുപുഴ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച്, സാഗർ നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ന് തന്നെ രഞ്ജിത്തിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനാണ് സാധ്യത. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ തന്നെ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിന് വിശദമായ ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം കൊച്ചിയിലേക്ക്, സെൻട്രൽ സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഏകദേശം രാത്രിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചിലപ്പോൾ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലും ഒക്കെ നടക്കേണ്ടി വരും. യുവനടി 2 ദിവസം മുമ്പാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഈ പോലീസിന് നൽകിയ, സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ സിനിമയുടെ ലോ ആൻഡ് ഓർഡർ എന്ന രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്. അത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു ആ സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് രഞ്ജിത്തിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയും ലൈംഗിക ചുവയോടുള്ള സംസാരവും ചില ചേഷ്ടകളും രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് യുവതി പറയുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടെ സിനിമാ സെറ്റിലുണ്ടായിരുന്ന ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലേക്ക് ഈ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്ന തരത്തിലേക്ക് യുവനടിക്ക് അനുഭവപ്പെടുകയും നീതി ലഭിക്കുന്നില്ല എന്നൊരു തരത്തിലേക്കുള്ള ചിലരുടെ ഇടപെടൽ യുവതിയെ വളരെയേറെ വിഷമിപ്പിച്ചു. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. ഇതിനെ തുടർന്നാണ് പോലീസിൽ, അതായത് SITക്ക്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സിനിമാ മേഖലയിൽ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നേരിടുമ്പോൾ ഇത് ചെന്ന് പറയുന്നതിന് വേണ്ടി അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അടങ്ങുന്ന ഒരു SIT രൂപീകരിച്ചത്.
അതിലേക്ക് ഈ യുവനടി പരാതി നൽകുന്നു. അശ്വതി ജിജി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഈ കേസിന്റെ കൂടുതൽ ഗൗരവത്തിലേക്ക് പോവുകയും പിന്നീട് മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തത്. എന്നാലും SITയുടെ കണ്ടെത്തൽ പ്രകാരം പ്രത്യേകിച്ച് ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ദിവസം രഞ്ജിത്തിന്റെ ഫോൺ ഏത് പരിധിയിലായിരുന്നു, രഞ്ജിത്ത് ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നോ എന്നീ കാര്യങ്ങൾ അങ്ങ് വിശദമായി അന്വേഷണ സംഘം പരിശോധിക്കുകയും അതിനെ തുടർന്നാണ് സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൈമാറി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇപ്പോൾ തൊടുപുഴയിലേക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ, ഈ പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നുവെന്ന്. സാധാരണ നമുക്കറിയാം സിനിമാ സെറ്റുകളില് ആഭ്യന്തര ഈ പരാതി പരിഹാര സെല്ലുകളൊക്കെ വേണമെന്ന കൃത്യമായ നിർദ്ദേശമൊക്കെ ഉള്ളതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ ഇത് കൃത്യമായി പരാമർശിക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്താണ്, അങ്ങനെ ഒരു സെറ്റിൽ വെച്ച് ഒരു ലൈംഗിക ചൂഷണമുണ്ടായപ്പോൾ ആ പരാതി നൽകിയപ്പോൾ അതും ആ സിനിമയിലെ സംവിധായകന്റെ ഭാഗത്ത് ലൈംഗിക ചൂഷണമുണ്ടായപ്പോൾ പരാതി നൽകുന്നു. അവിടെ ആ യുവതിക്ക് നീതി കിട്ടുന്നില്ല, പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു, ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു. പിന്നീടാണ് അവർ നീതി തേടി പോലീസിനെ സമീപിച്ചത്. അതായത് ആരാണ് ഈ രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള, ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടത്തിയത്? അതേക്കുറിച്ച് ഈ പരാതിയിൽ പരാമർശിക്കുന്നുണ്ടോ? ടോം, എന്തായാലും നമുക്ക് പരാതിയുടെ അത്തരത്തിലെ മറ്റാരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അതെന്തായാലും പോലീസിന്റെ FIR അടക്കം പുറത്തു വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ രഞ്ജിത്തിനെതിരെയാണ് യുവതി പരാതി നൽകിയത്. ഇങ്ങനെ ഒരു തനിക്ക് എതിരെ ഒരു മോശമായ അനുഭവം സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും സിനിമാ സെറ്റിൽ വെച്ച് ഉണ്ടായി. അത് സിനിമാ സെറ്റിൽ തന്നെ താൻ പരാതി നൽകി. പക്ഷെ അത് വേണ്ട രീതിയിൽ ഈ കമ്മിറ്റി അത് പരിഗണിച്ചില്ല. തനിക്ക് നീതി കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പോലീസിനെ സമീപിക്കുവാൻ തയ്യാറായത് എന്നാണ് യുവനടിയുടെ നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ആരാണ് ഈ സിനിമയിലെ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് വേണ്ട ഗൗരവം സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ സംവിധായകനെതിരെ സ്വാഭാവിക